ഹലോ അസ്സലാമലൈക്കും. നമ്മളിന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് മോനിക്ക് രണ്ടാമത്തെ BCG എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 45 ദിവസത്തിലുള്ള BCG ഉണ്ടാവുമല്ലോ, അതെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം ഇപ്പോൾ ആൾക്ക് 2 മാസം കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഫീവറൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ ടൈമിന് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിപ്പോഴാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തുള്ള വീഡിയോസാണിത്. നല്ല രസമുള്ള വഴിയാണ് കേട്ടോ. അപ്പം ആ രണ്ട് സൈഡിലുള്ള റോഡിൻ്റെ സൈഡിലുള്ള വീട്ടുകാരൊക്കെ റോഡിൻ്റെ രണ്ട് സൈഡിൽ ചെടിയൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പോകുന്ന വഴിയൊക്കെ. അപ്പോൾ അങ്ങനെ കുറേ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്തിനാണ് ഇഞ്ചക്ഷൻ വെക്കുന്നത്, ഇത് വെച്ചിട്ടാണെങ്കിൽ മക്കൾക്ക് പനിക്കില്ലേ, സ്വഭാവമൊക്കെ ഭയങ്കര മോശമാവും, നോക്കാൻ ഭയങ്കര പാടാണെന്നൊക്കെ. അപ്പോൾ എനിക്കതിനെ പറ്റി പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഈ ഒരു ഇഞ്ചക്ഷൻ അവർക്ക് എടുക്കുന്ന സമയത്ത് ഒരു ദിവസത്തെ ഒരു പ്രശ്നം ഉണ്ടാവും. നമ്മൾ ഇന്നൊരു 10 മണിക്കാണ് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നാളെ ഒരു 10 മണി വരെ അവർക്ക് ചെറുതായിട്ട് പനിക്കുക, ഒന്ന് കരയുക, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും ഇതിനെ കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പം പിന്നെ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പം മംസ് ഡിസീസിനൊക്കെ ഉള്ള ഇപ്പം നമ്മൾ മുണ്ടിനീരിനൊക്കെ ഉള്ള ഇഞ്ചക്ഷൻ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലും അത് മക്കൾക്ക് വരുന്നുണ്ടല്ലോ, പിന്നെ ഇതുകൊണ്ട് എന്താണ് ഒരു ബെനിഫിറ്റ് എന്നൊക്കെ. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ നമുക്കിപ്പം കൊറോണ വാക്സിൻ എടുത്തെന്ന് വെച്ചിട്ട് നമുക്ക് കൊറോണ വരാണ്ടിരിക്കില്ല. അതുപോലെ നമ്മൾ ഇപ്പം മുണ്ടിനീരിനൊക്കെ ഉള്ള ആ ഒരു BCG ആ ഒരു വാക്സിനിൽ എടുത്തെന്ന് വിചാരിച്ചിട്ട് നമുക്ക് മക്കൾക്ക് അത് വരാണ്ടിരിക്കില്ല. പക്ഷെ വരുന്നതിൻ്റെ ആഘാതം ഭയങ്കര കുറവായിരിക്കും, അതിൻ്റെ എഫക്റ്റ് ഭയങ്കര കുറവായിരിക്കും എന്നാണ് കേട്ടോ. അപ്പം വെക്കാത്തവർക്ക് വരുന്ന അത്രയും ഒരു എഫക്റ്റ് ഈ വെച്ചവർക്ക് വരില്ല. അപ്പം എന്തുകൊണ്ടും നമ്മൾ ഈ ഒരു പോളിയോ മക്കൾക്ക് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ ഒരു ദിവസത്തെ ഒരു ബുദ്ധിമുട്ടിൻ്റെ ആലോചിച്ചിട്ട് ആരും ഈ പോളിയോസ് ഒന്നും മക്കൾക്ക് എടുക്കാണ്ടിരിക്കരുത്. എൻ്റെ ഒരു പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എല്ലാ മക്കൾക്കും എടുത്തിട്ടുണ്ട്. 3ാമത്തെ ആളാണ് ഇത്. എല്ലാ മക്കൾക്കും ഞാൻ ഇത് എടുക്കുന്ന ഒരാളാണ്. ഒരു ദിവസം ബുദ്ധിമുട്ടിയാലും നമുക്ക് എന്തെങ്കിലും ഒന്ന് ഭാവിയിൽ നമുക്ക് ചിലപ്പം നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ എന്തെങ്കിലും ഭാവിയിൽ വരികയാണെങ്കിൽ നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവരുത്, ഞാൻ അന്ന് ഇതെടുക്കാത്തത് കൊണ്ടാണോ ഇന്നെൻ്റെ മക്കൾക്ക് ഇങ്ങനെ വന്നതെന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. അപ്പോൾ അതാ ആ കാണുന്ന നഴ്സറിയിൽ നിന്നാണ് നമ്മളിത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ ഞാൻ വിചാരിച്ചത് എന്തായിരുന്നു എന്ന് വെച്ചിട്ടാണെങ്കിൽ, കുറച്ച് ദിവസം മുമ്പ് ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയത്ത് ഞാനൊരു ലേഡിയുടെ ഒരു വീഡിയോ കണ്ടു കേട്ടോ. അപ്പോൾ അതിൽ ആ ലേഡി പറയുന്ന കാര്യങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അതിൽ അവർ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കതിൽ ഏറ്റവും ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ് അവരുടെ നാത്തൂനോട് എന്തോ പറയുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. നിനക്ക് 3 പെൺകുട്ടികളല്ലേ, നീ നോക്കിക്കോ, നിൻ്റെ പെൺകുട്ടികൾ ആരെങ്കിലും കൂടെ പോവാണ്ട്, എനിക്ക് 5 ആൺകുട്ടികളാണ്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല, അവർ ആരെ വിളിച്ച് കൊണ്ടുവന്നാൽ എനിക്ക് പ്രശ്നമില്ല എന്ന് അങ്ങനെ അവർ പറയുന്നുണ്ട്. അപ്പം പിന്നെ അതിനെ കൂടെ തന്നെ അവർ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, എൻ്റെ ആൺകുട്ടികളെ കണ്ടിട്ട് അവർക്ക് ഭയങ്കര അസൂയായിരുന്നു, കാരണം ആൺകുട്ടികളാണല്ലോ, നോക്കിയാൽ കാര്യം ഉണ്ടല്ലോ, അങ്ങനെയും അവരതിൽ പറയുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ, ഇന്നും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആൺകുട്ടി പെൺകുട്ടി, എന്താണ് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും രണ്ടും ഈക്വൽ അല്ലേ, ആണും പെണ്ണും ഈക്വൽ ആണെന്നുള്ള സംഭവമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആൺകുട്ടീനൊക്കെ നോക്കുന്നത് കൊണ്ട് കാര്യം ഉണ്ടല്ലോ എന്ന് പറയാനൊന്നുമില്ല, പെൺകുട്ടീനെ നോക്കുന്നത് കൊണ്ടും കാര്യമുണ്ട്. എന്താ പെൺകുട്ടികളെ നോക്കുന്നത് കൊണ്ട് എന്താ കാര്യമില്ലാത്തത്? പെൺകുട്ടികൾ എന്താ നല്ലത് തന്നെയല്ലേ? ഇപ്പോൾ ഒരു ആൺകുട്ടി ചെയ്യുന്നത് എല്ലാവരും പെൺകുട്ടിയും ചെയ്യും, ഒരു പെൺകുട്ടി ചെയ്യുന്നതൊക്കെ ഒരു ആൺകുട്ടിയും ചെയ്യും. ഏതൊരു രംഗത്തും ഏതൊരു തൊഴിൽ മേഖലയിലാണെങ്കിലും ഒക്കെ ആൺകുട്ടിയേക്കും പെൺകുട്ടിയേക്കും ഈക്വലായിട്ട് നമുക്ക് എല്ലാ തൊഴിൽ മേഖലയിലും ഈക്വലായിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പണിയെടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എല്ലാ മക്കളും ആൺകുട്ടിയായാലും പെൺകുട്ടികളായാലും ഭാവിയിൽ നമ്മളെ നോക്കുന്ന മക്കളായി തീരട്ടെ. പക്ഷെ നമ്മൾ പണ്ട് പറയലില്ലേ, മക്കളെ കണ്ടും മാമ്പും കണ്ടും മോഹിക്കരുതെന്ന് പറയുന്നത് കറക്റ്റാണ്. കാരണം ഈ മക്കൾ നാളെ നമ്മളെ നോക്കുമെന്നൊന്നും നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് നോക്കുന്ന മക്കളാണ്, ആ മക്കൾ നമ്മളെ നോക്കട്ടെ എന്നേ നമുക്ക് പറയാൻ പറ്റത്തേ ഉള്ളൂ. അതുപോലെ തന്നെ കല്യാണം കഴിച്ചിട്ട് നിൻ്റെ മക്കൾ ആരെയും കൂടെ പോവാണ്ട് നോക്കിക്കോ, നിൻ്റെ മക്കൾ ഇങ്ങോട്ട് കൊണ്ടുവരത്തേ ഉള്ളൂ, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. ആൺകുട്ടികളും പെൺകുട്ടികളും കല്യാണം കഴിഞ്ഞ് ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പേരും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട് അവർ സ്വന്തമായിട്ട് വീടെടുത്ത് അങ്ങനെയൊക്കെ നിൽക്കുന്ന മക്കളാണ്. അപ്പം അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെയാണ് ഈ ആൺകുട്ടികളെ പ്രസവിക്കുമ്പോൾ ആഹാ, പെൺകുട്ടികളാകുമ്പോൾ ഓഹോ, അങ്ങനെ പറയുന്ന ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയെന്നുള്ളൊരു സംഭവം നമ്മൾ മനസ്സിലാക്കുക. ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ നമുക്ക് ആൺകുട്ടിയായാലും പെൺകുട്ടികളായാലും 2 മക്കൾക്കും നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ഏറ്റവും നല്ല ബെറ്ററായിട്ടുള്ള വിദ്യാഭ്യാസം അവർക്ക് നൽകുക, അവരുടെ ലൈഫ് നമ്മൾ സെക്യൂർ ആക്കുക. ഒരു പാരൻ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അതാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു സൊസൈറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മക്കളെ നല്ലോണം നോക്കി വളർത്തേണ്ട ഒരു കാലഘട്ടം തന്നെയാണ്. മയക്കുമരുന്നും അങ്ങനെ മക്കൾക്ക് വഴിതെറ്റി പോകാനുള്ള കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ നല്ല പാരൻറ്റിങ്, നമ്മുടെ മക്കളെ നന്നാക്കി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല പാരൻറ്റിങ്
വളരെയധികം ആവശ്യമാണ്. ഇപ്പം നമ്മൾ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ കാണുന്നത്. നമ്മളൊരു ഡ്രസ്സ് വാങ്ങിയിരുന്നു. അപ്പോൾ ആ ഡ്രസ്സ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയ വ്ളോഗാണ്. ടൗണിൽ പോയിട്ടുള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ല, പോകുന്ന വഴിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗിൽ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പം വാക്സിനെ പറ്റിയിട്ടാണ് മെയിനായിട്ട് ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ചൊരു കാര്യം. അതാണ് വാക്സിൻ എടുക്കുക. എല്ലാവരും മക്കൾ കരയല്ലോ, ഒരു ദിവസം നമുക്ക് നഷ്ടപ്പെടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും വാക്സിൻ എടുക്കാണ്ടൊന്നും നിൽക്കരുത്. എല്ലാവരും വാക്സിന് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മക്കൾക്ക് എടുക്കുക. അവരുടെ ഭാവിയിലേക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യമാണത്. കാരണം ഭാവിയിൽ അവർക്ക് ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും സൂക്കേടൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ എഫക്റ്റ് കുറച്ച് കുറയ്ക്കാമല്ലോ. അപ്പം നമുക്ക് നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതൊക്കെ. മക്കൾക്കൊക്കെ ആൺകുട്ടിയായാലും പെൺകുട്ടികളായാലും നമ്മുടെ മക്കൾ ഒരുപോലെ കാണാം. ആരും ഇങ്ങനത്തതൊക്കെ കേട്ടിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. ചിലർ ഇപ്പം ആ ഒരു ആക്കെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ യൂട്യൂബിൽ നല്ല ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു വ്യക്തി തന്നെയല്ലേ. അപ്പോൾ അവരങ്ങനെ പറയുന്ന സമയത്ത് കുറേ പേര് അതിൽ ഇൻഫ്ലുവൻസ് ആയിപ്പോവും. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ടൗണിലെത്തിയിട്ട് ടൗണിലത്തെ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇപ്പം നമ്മുടെ SM സ്ട്രീറ്റാണ് ഈ കാണുന്നത്. വളരെ വില കുറഞ്ഞ വില നമുക്കിതാ ഇപ്പം കാണുന്ന ആ പീടികയിൽ 30 രൂപേൻ്റെ താഴത്താണ് കേട്ടോ ഏത് സാധനം എടുത്തിട്ടാണെങ്കിലും. അപ്പോൾ വളരെ വില കുറവിൽ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും താങ്ക് യു. നമ്മുടെ വീഡിയോ എല്ലാവരും കാണാം, ഷെയർ ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.